കപട ഹദീസുകളാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. കപട ഹദീസുകൾ പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഇങ്ങനെ സ്ത്രീകളെ ചങ്ങലക്കിടാൻ വേണ്ടി ശ്രമിക്കുന്നത്. തടവിലാക്കാണ് ചെയ്യുന്നത് അവർ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഭർത്താവ് മരണപ്പെട്ട ഒരു സ്ത്രീ ഒരിക്കലും എന്താ പറയുക മറകിടക്കേണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം ഞാൻ അനുഭവസ്ഥയാണ്. അപ്പോഴാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി വന്ന് പറഞ്ഞത്, ഒരു പണ്ഡിതൻ, ഇസ്ലാമിക പണ്ഡിതൻ വന്നിട്ടാണ് പറഞ്ഞത്, ഇസ്ലാമിൽ എപ്പോഴും മറ തന്നെയല്ലേ, സാധാരണ വസ്ത്രധാരണയിലൊക്കെ ഇങ്ങനെ മറ കിടക്കേണ്ട യാതൊരു ആവശ്യമില്ല എന്ന് എന്നോട് പറഞ്ഞതാണ്. അപ്പോൾ ഈ മറ കിടപ്പിക്കുക, വെള്ള വസ്ത്രം ധരിക്കുക, ഇനി വേണമെങ്കിൽ പറയും സതിയാനുഷ്ഠിച്ചൊന്നും പറയും ഇവരതും പറയും. ഇവരെല്ലാം ഇപ്പം പിന്തുടരുന്നത് മനുസ്മൃതിയാണ്. അതുകൊണ്ട് അവർ പറയും ഇനി സതിയാനുഷ്ഠിക്കണമെന്നും പറയും. അത് നോക്കട്ടെ, ഇന്നിപ്പം ഭർത്താവ് മരണപ്പെട്ടാൽ ഖുർആൻ ഓതിയിട്ടിരിക്കണം എന്ന് പറയുന്നത്. ഇദ്ദേഹമൊക്കെ എന്താ ഖുർആൻ ഓതിയിരിക്കാത്തത്? ഇദ്ദേഹം പിറ്റേന്ന് പോയിട്ട് കല്യാണം കഴിക്കുമല്ലോ, ഭാര്യമാർ മരിച്ചാൽ അന്ന് തന്നെ പോയിട്ട് കല്യാണം കഴിക്കുമല്ലോ, അത് സുഖിക്കാം. സ്ത്രീകളെപ്പോഴും ഇങ്ങനെ സങ്കടപ്പെട്ട് ഇരുന്നോളണം. അപ്പോൾ സ്ത്രീകളെ എപ്പോഴും അടിച്ചമർത്തണം, ഇതാണ് ഇവരുടെ ലക്ഷ്യം. അതുകൊണ്ട് ഇതൊന്നും ഇനിയുള്ള കാലമൊന്നും നടക്കൂല. ഇവരിങ്ങനെ വെറുതെ പുലമ്പിക്കൊണ്ടേ ഇരിക്കുകയേ ചെയ്യുള്ളൂ.